നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. രസകരമായ അല്ലെങ്കിൽ അഭിമാനകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. 2022 ദേശീയ അവാർഡും 2023 സംസ്ഥാന അവാർഡും ശ്രദ്ധിച്ച് കേൾക്കണം. 2022 ദേശീയ അവാർഡും 2023 സംസ്ഥാന അവാർഡും പ്രഖ്യാപിച്ചു, ഓരോ ദിവസം വ്യത്യാസത്തിൽ. ഒരുപാട് പ്രതീക്ഷകളോടെ ഒരുപാട് ഈ ചാനലുകളൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കി, നമ്മൾ ടെമ്പർ അടിപ്പിക്കും. മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും കൂടി മത്സരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, കേരളത്തിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആധികാരികമായിട്ട് ഈ ജൂറികളായിരുന്നവർ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ചാനലുകളും യൂട്യൂബർമാരും ഒക്കെ സംസാരിച്ചത്. എല്ലാം വരട്ടെ കാണാം എന്ന് പറഞ്ഞ് ഞാൻ കാത്തിരുന്നു. എന്തായാലും വലിയ വിവാദങ്ങൾക്കൊന്നും വിവാദങ്ങൾ ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. പക്ഷേ എന്തൊക്കെയോ മുറുമുറുക്കലുകൾ എന്നത്തെ പോലെ ഇത്തവണയും സംസ്ഥാന ദേശീയ അവാർഡ് നിർണയത്തിൽ ഉണ്ടായി. അതിപ്പോൾ ഈ അമ്മയെ തെല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ 1969 ആദ്യമായി കേരളത്തിൽ സംസ്ഥാന അവാർഡ് കൊടുക്കാൻ തുടങ്ങിയ ആദ്യത്തെ അവാർഡ് തന്നെ വിവാദത്തിലാണല്ലോ അവസാനിച്ചത്. അത് ഈ കഴിഞ്ഞ 54 വർഷമായി അത് തുടരുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഒന്നല്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും ഒരു തരത്തിലൊരു വിവാദം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെങ്കിൽ പോലും ഏറെക്കുറെ ഒരു കുറ്റമറ്റ രീതിയിലുള്ള അല്ലെങ്കിൽ വിവാദങ്ങൾക്ക് ഇട നൽകാതെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവാർഡാണ് ഇത്തവണത്തെ 54ാമത് സംസ്ഥാന അവാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ പ്രധാനമായും സിനിമ അവാർഡിനെത്തുന്ന സിനിമകൾ ആദ്യം ഒരു കമ്മിറ്റി കാണും, ഒരു ജൂറി കാണും, രണ്ട് കമ്മിറ്റികൾ. ആ രണ്ട് കമ്മിറ്റികളും കൂടി ഇവിടെ വരുന്ന എല്ലാ നല്ല പടങ്ങളും എല്ലാ കൂതറ പടങ്ങളും എല്ലാം കാണണം. 160ഓളം പടം ഇത്തവണ മത്സരിച്ചു. 160 സിനിമ കാണേണ്ടി വരുന്ന ഒരവസ്ഥ വെച്ചു. അപ്പോൾ 80 സിനിമ ഒരു ജൂറി കാണും, 80 സിനിമ ഒരു ജൂറി കാണും. അവരതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സിനിമകൾ മാത്രമാണ് പ്രധാന കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കുന്നത്. ഈ രീതി അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മത്സരത്തിന് പോകുന്ന ഏതെങ്കിലും ഒരു മത്സരാർത്ഥി കോടതിയിൽ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളാലോചിച്ചു, ഇത്തവണ പ്രാദേശിക ജൂറി തഴഞ്ഞു കളഞ്ഞ സിനിമയാണ് ഡൽഹിയിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് നേടിയത്. അപ്പോൾ ഈ പ്രാദേശിക ജൂറി എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരെ കൊണ്ട് നിറഞ്ഞ ജൂറി എന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഭയങ്കര കഷ്ടമായിപ്പോയി. ആ പടം കണ്ടാരക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളിയായ പത്മകുമാറോ അല്ലെങ്കിൽ മലയാളിയായ ക്യാമറാമാനും സംവിധായകനും നടനും ഒക്കെ ആയ പി സുകുമാറോ ആരോ റീകോൾ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അത് ഞാൻ കണ്ടിട്ടുള്ള മനോഹരമായ പടമാണ്. പ്രാദേശിക ജൂറി തഴഞ്ഞെങ്കിൽ പോലും അതിനെ റീകോൾ ചെയ്യണമെന്ന് പറയും. അങ്ങനെ 11 അംഗ ജൂറിയിൽ 6 പേർ അതിനെ റീകോൾ ചെയ്യാൻ വിളിച്ചു. അങ്ങനെ വിളിച്ചതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ ആദമിൻ്റെ മകൻ അബു ആണെന്നോണം അവസാനമായിട്ട് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് വാങ്ങിയ മലയാള സിനിമ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രാദേശിക ജൂറി എത്ര വിവരം കെട്ടവന്മാരാണ് അങ്ങനെ ആ പടത്തിനെ തഴഞ്ഞു കളഞ്ഞതെന്ന് നിങ്ങൾ ആലോചിക്കുക. മികച്ച ചിത്രമായി അതിനെ തിരഞ്ഞെടുത്തു എന്ന് കേട്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. കാരണം അത് പോയില്ലായിരുന്നെങ്കിൽ മലയാളത്തിന് എന്ത് നഷ്ടമായെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ പ്രാദേശിക ജൂറി പൊട്ടന്മാരുടേതായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനവരെ കുറ്റപ്പെടുത്തില്ല. കാരണം ഓരോ തവണയും ഇതിവിടെ സംഭവിക്കുകയാണ്. റീകോൾ ചെയ്യേണ്ടി വരുന്നു നല്ല സിനിമകളെ. ജൂറി അംഗമായ പി സുകുമാർ എൻ്റെ അടുത്ത സുഹൃത്താണ്. പത്മകുമാറിനെ എനിക്ക് പരിചയമില്ല. ഞാൻ പി സുകുമാറിനെ വിളിച്ചു. 2 നമ്പറിലും മാറി വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഈ വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകളെ തഴിഞ്ഞ് മമ്മൂട്ടിക്ക് കിട്ടേണ്ട നാഷണൽ അവാർഡിനെ തട്ടിത്തെറിപ്പിച്ചിട്ട് കാന്താരയുടെ ഋഷഭ് ഷെട്ടിക്ക് വേണ്ടി ആരൊക്കെയോ കളിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകളാണല്ലോ ചാനലിൽ വരുന്നത്. യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏത് വാർത്ത കേട്ടാലും ആദ്യം വിശ്വസിക്കരുത്. നമ്മുടെ ചാനലുകളെല്ലാം എന്താ പറഞ്ഞേ, മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും കൂടി ഭയങ്കര ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു ഡൽഹിയിൽ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതെന്താ ഓട്ട മത്സരമാണ്. അപ്പോൾ ഞാൻ സുകുമാറിനെ വിളിച്ചിട്ട് സുകുമാർ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ വേണ്ട എടുക്കണ്ട പോട്ടെ എന്ന് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ സുകുമാർ വിളിച്ചു. സുകുമാർ പറഞ്ഞു, ദിനേശ് ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് നല്ല ഉറക്കമായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ജൂറി മെമ്പർ എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് നടന്ന ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട, ഞാൻ ചോദിക്കില്ല, അത് മര്യാദയല്ല. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ അത് എന്താണ് ഈ മമ്മൂട്ടിയുടെ സിനിമകൾ തഴയാൻ കാര്യം. നല്ല 3 സിനിമകൾ ഉണ്ടായിരുന്നില്ലേ ദിനേശ്? ആ 3 സിനിമകൾ വരണ്ടേ ഈ മത്സരത്തിന്? പ്രാദേശിക ജൂറിയിൽ പോലും വന്നിട്ടില്ല. അത് അപേക്ഷ കൊടുത്തിട്ട് പോലും ഇല്ല.
ഇവിടുത്തെ ഏതെങ്കിലും ചാനലുകാർ പറഞ്ഞു? നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ അവരത് അന്വേഷിക്കണ്ടേ? മമ്മൂട്ടിയുടെ 3 സിനിമകൾ, അതിൽ 2 സിനിമ അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, നിർമ്മാതാവും മമ്മൂട്ടിയാണ്. ആ സിനിമകൾ മത്സരത്തിന് വന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കുന്നതിന് പകരം കാന്താരയിലെ നായകനും സംവിധായകനും നിർമ്മാതാവും ഒക്കെ ആയ ഋഷഭ് ഷെട്ടിയും മമ്മൂട്ടിയും കൂടി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. മമ്മൂട്ടി തന്നെയായിരിക്കും വിജയി. നൻപകൽ നേരത്ത് മയക്കം മമ്മൂട്ടിയെ വീണ്ടും നാഷണൽ അവാർഡ് നൽകും എന്നൊരു പക്ഷം. വേറെ ചിലരുടെ ചാനലുകൾ പറയുകയാണ് BJP ഭരിക്കുന്നതുകൊണ്ട് മുസൽമാനായ മമ്മൂട്ടിക്ക് അവാർഡ് നൽകില്ല, ഉറപ്പാണ് എന്ന് വേറൊരു കൂട്ടർ. അങ്ങനെ പൊട്ടൻ ആനയെ കണ്ടതുപോലെ, അല്ലെ കുരുടൻ ആനയെ കണ്ടതുപോലെ എന്തെല്ലാം പറഞ്ഞു നനച്ചു. അപ്പോൾ സുമാർ പറയുന്നത് ഇതിനേച്ച് പ്രാദേശിക കമ്മിറ്റി തഴഞ്ഞൊന്നുമല്ല. പ്രാദേശിക കമ്മിറ്റിയിൽ അത് വന്നിട്ടില്ല. ഇവിടെ ഉത്തരവാദിത്വത്തോടുകൂടി പത്രപ്രവർത്തനം നടത്തുന്ന മാതൃഭൂമിയിൽ പോലും പറഞ്ഞത് പ്രാദേശിക കമ്മിറ്റി മമ്മൂട്ടിയുടെ പടങ്ങളെ തഴഞ്ഞു കളഞ്ഞു എന്നാണ്. എത്ര യാഥാർത്ഥ്യമില്ലാതെ, എത്ര എന്താ പറയുക, വളരെ കാര്യകാരണങ്ങളില്ലാതെ വച്ച് അലക്കുകയാണ്. ആഴം റീകോൾ ചെയ്തില്ലായിരുന്നെങ്കിൽ 2011 സലിംകുമാർ അഭിനയിച്ച ആദമിൻ്റെ മകൻ അബു എന്ന് പറഞ്ഞ പടത്തിന് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടുന്നത്. റീകോൾ ചെയ്യണ്ട എന്ന് പത്മകുമാറോ സുകുമാറോ ആരെങ്കിലും പറഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയെന്നെ മലയാള സിനിമയ്ക്ക്. ഈ പ്രാദേശിക ജൂറി കാണുന്ന സംവിധാനം തന്നെ മാറ്റണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. മത്സരത്തിന് വരുന്ന സിനിമകൾ മുഴുവൻ അവാർഡ് ജൂറി തന്നെ കാണണം എന്നാദ്യം തീരുമാനിക്കണം. അല്ല, ഇത് 160 സിനിമ അവിടെ ഡൽഹിയിലാണെങ്കിൽ 400 ഇഷ്ടം സിനിമ എന്തോന്ന് മത്സരിച്ചത്, 420 എന്തോ സിനിമകൾ ഇന്ത്യയിലെ മുഴുവൻ ഭാഷകളിൽ നിന്നല്ലേ വരുന്നത്. അത് കാണാൻ സമയമില്ലാത്തവരെ വയ്ക്കരുതെന്നേ. സമയമുള്ള ഒരു പണിയില്ലാത്ത എത്രയോ പേരുണ്ട്, അവരെ വയ്ക്കണം ജൂറിയായിട്ട്. അല്ലാതെ ഈ പ്രാദേശിക കമ്മിറ്റികൾ തിരഞ്ഞെടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്നാണ് എനിക്കിതിനെപ്പറ്റി ആദ്യം പറയാനുള്ളത്. മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും മത്സരത്തിന് എത്തരുതെന്ന് ആർക്കോ വാശിയുണ്ടായിരുന്നത് പോലെ തോന്നുന്നു എന്ന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞാൻ അവരോടൊപ്പം നിൽക്കും. അതിന് മമ്മൂട്ടിക്ക് തന്നെ തോന്നിയൊന്നും എനിക്കറിയില്ല ഇത്തവണ മത്സരത്തിന് അയക്കേണ്ട എന്ന് വിചാരിച്ചോ എന്തോ. അങ്ങനെ വിചാരിക്കുന്ന ആളല്ല അദ്ദേഹം. പ്രൊഡ്യൂസ് ചെയ്ത 2 സിനിമ ഉണ്ടായിരുന്നിട്ട് പോലും നൻപകൽ നേരത്ത് മയക്കം പോയിട്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും മത്സരത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് ജൂറി അംഗമായിരുന്ന MB പത്മകുമാർ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. പ്രാദേശിക ജൂറിയൊന്നും തഴഞ്ഞതല്ല, ഒരു എൻട്രി അപേക്ഷാ ഫോം പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. കാന്താരയ്ക്കായി അല്ലെങ്കിൽ ഋഷഭ് ഷെട്ടിക്കായി കൃത്യമായ വഴിവെട്ടി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെയും കുറ്റം പറയണ്ട. എന്താണ് ഈ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന സുകുമാറോ പത്മകുമാറോ വരാത്ത സിനിമയെ എങ്ങനെ റീകോൾ ചെയ്യും? മത്സരിക്കാത്ത സിനിമയെ റീകോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. നൻപകൽ നേരത്ത് മയക്കം, ഉണ്ട, റോഷാക്ക് 3 സിനിമകളാണ് മമ്മൂട്ടിയുടെ പേരിൽ 2022 ഉണ്ടായിരുന്നത്. 3 ശ്രദ്ധേയമായ സിനിമകളായിരുന്നു. ഓരോ തരത്തിൽ ആലോചിച്ചാൽ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിലാണ് കേന്ദ്ര അവാർഡിന് മത്സരമെന്ന് ചാനലുകൾ മുഴുവൻ ദിവസങ്ങളോളം പറഞ്ഞു. എന്നാൽ നൻപകൽ നേരത്ത് മയക്കം, പുഴു, റോഷാക്ക് എന്നീ മമ്മൂട്ടി പടങ്ങൾ അപേക്ഷ പോലും കൊടുത്തില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. കഴിഞ്ഞ വർഷം മമ്മൂട്ടി കേരളത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നൻപകൽ നേരത്ത് മയക്കം പ്രാദേശിക ജൂറി തഴഞ്ഞതിൻ്റെ മാനദണ്ഡം പറയണമത്രേ. ചില പത്രങ്ങളും ചാനലുകളും പറഞ്ഞതാണ്. എന്തുകൊണ്ട് സംസ്ഥാന അവാർഡ്, മികച്ച നടൻ്റെ അവാർഡ് വാങ്ങിച്ച മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കത്തിനെ ഡൽഹിയിലേക്ക് അയച്ചില്ല എന്ന് പ്രാദേശിക ജൂറി പറയണം എന്നുവരെ പറഞ്ഞു കളഞ്ഞു. അപേക്ഷിക്കാത്ത പടത്തിന് എങ്ങനെ അവർ മറുപടി പറയും? ദക്ഷിണേന്ത്യൻ ജൂറിയിൽ ചെയർമാൻ സുശാന്ത് മിശ്രയായിരുന്നു. MB പത്മകുമാർ, സന്തോഷ് ദാമോദരൻ എന്നീ മലയാളികളും പിന്നെ രവീന്ദറും മുർത്താസ അലി എന്ന് പറയുന്ന ആളും അംഗങ്ങളായിരുന്നു. 2ാം പാനലിൽ ബാലു സലൂജ ആയിരുന്നു ചെയർമാൻ. രാജ് കണ്ടുകുറി എന്ന് പറഞ്ഞ ആൾ, പ്രദീപ് കോച്ചനറു, കൗസല്യ പൊട്ടൂറി, ആനന്ദ് സിംഗ് എന്നിവരായിരുന്നു അംഗങ്ങൾ. ഈ 2 പാനലും സംസ്ഥാന അവാർഡ് നേടിയ ചിത്രമടക്കം മമ്മൂട്ടിയുടെ എല്ലാ ചിത്രങ്ങളെയും മത്സരിക്കാൻ വിടാതെ തടഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ ദേശീയ മത്സരത്തിൽ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പത്രങ്ങളും ചാനലുകളും ആഘോഷിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേന്ദ്ര ജൂറി ചെയർമാൻ തന്നെ പറയുന്നു മമ്മൂട്ടി സിനിമകൾ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, കാരണം അവിടെ വന്നിട്ടില്ല. എന്നാൽ ആട്ടം ഞങ്ങൾ റീകോൾ ചെയ്തു. മത്സരിക്കാനെത്താത്ത മമ്മൂട്ടിയുടെ ചിത്രങ്ങളെ കേന്ദ്ര ജൂറി തഴഞ്ഞു എന്ന് പറയുന്നവർ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ
റോഷാക്കും നൻപകൽ നേരത്ത് മയക്കവും മമ്മൂട്ടിയുടെ കമ്പനിയാണ്, മമ്മൂട്ടി കമ്പനിയല്ലേ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങൾ തന്നെ എത്തിയില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് എൻ്റെ ഒരു ടെക്നിക്കൽ എറർ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. എന്നിട്ടും ദേശീയ അവാർഡിന് മത്സരിക്കാൻ അയക്കഴിഞ്ഞത് ഈ 2 പടവും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങൾ പോലും ഉണ്ടേ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ആ 2 സിനിമകളെങ്കിലും അയക്കാത്തത് എന്താണെന്നും ഉത്തരം പറയേണ്ടത് മമ്മൂട്ടിയാണ്. പക്ഷേ അദ്ദേഹം ഇതുവരെയും അതിൻ്റെ കാരണം പുറത്ത് പറഞ്ഞിട്ടില്ല. എന്നിട്ടോ കേന്ദ്ര ഭരണകർത്താക്കൾക്ക് പരാതി. എന്താ പരാതി? മുസ്ലിമായി മാറിയ AR റഹ്മാന് മികച്ച സംഗീത സംവിധായകൻ്റെ അവാർഡ് കൊടുത്താലൊന്നും ആർക്കും അത് മനസ്സിലാവുന്നില്ല. മമ്മൂട്ടി ഒരു മുസ്ലിമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളെ തഴഞ്ഞു എന്ന് വെറുതെ വാർത്ത ഉണ്ടാക്കി വിടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും യൂട്യൂബുകളിൽ അലിഖിതമല്ലാത്ത ഒരു ഗൈഡ് ലൈൻ കഴിഞ്ഞ കുറച്ച് കാലമായി. അത് ഞാൻ വിസ്മരിക്കുന്നില്ല. ഞാൻ മുമ്പൊരു ചാനലിൽ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞതാണ്. നിയമപരമായി നിയമമൊന്നും എഴുതി വെച്ചിട്ടില്ല, അങ്ങനെ എഴുതി വയ്ക്കാൻ പറ്റില്ല. പക്ഷേ അലിഖിതമായ ഒരു നിയമമുണ്ട്. ഒരു പ്രത്യേക സമുദായത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു വിഷയങ്ങളെയും പ്രോത്സാഹിപ്പിക്കരുത് അവാർഡിലെന്ന് ജൂറി അംഗങ്ങൾക്ക് ഡയറക്ഷൻ കൊടുക്കാറുണ്ടെന്ന് എന്നോടൊരു ജൂറി മെമ്പർ പറഞ്ഞതാണ്. അത് അതിനകത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഞാനൊരു സിനിമയുടെ കാര്യം സംസാരിച്ചു. ആ സിനിമയ്ക്ക് എന്താ കിട്ടാത്തതെന്ന് ചോദിച്ചു. ദിനേശേ, അതെങ്ങനെ കിട്ടും ദിനേശേ? ഒരു പൂജാരിയായ ബ്രാഹ്മണ യുവാവിൻ്റെ കരൾ പകുത്ത് ഒരു ഹജ്ജിന് പോയ ഒരു ഹാജിയാർക്ക് നൽകി അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നൊരു സബ്ജക്റ്റിന് കൊടുക്കില്ല ദിനേശേ. അങ്ങനെ കൊടുക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡയറക്ഷൻ എന്ന് എന്നോടൊരു ജൂറി പറഞ്ഞു. ഇനി അദ്ദേഹം നാളെ മാറ്റി പറയുമെന്ന് എനിക്കറിയില്ല. ആട്ടം ഗംഭീര സിനിമയാണെന്നാണ് ജൂറി പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ജൂറി പറയുന്നു മനോഹരമായ സിനിമയാണ് ആട്ടം, പാട്ടുകളും നല്ലത്, എല്ലാവരും നന്നായി അഭിനയിച്ച സിനിമ കൂടിയാണ് ആട്ടമെന്ന് ഒരു ജൂറി മെമ്പറായ ആൻപോൾ ബാവെ എന്ന് പറയുന്ന ആൾ പറയുന്നു. അവാർഡുകൾ വാരിക്കൂട്ടി നിൽക്കുമ്പോഴും ആട്ടത്തിൻ്റെ ആനന്ദ് ഏകർഷി പറയുന്നത് വലിയ വലിയ പടങ്ങൾ റിലീസ് ചെയ്യുന്നതിനിടയിൽ ആട്ടം തിയേറ്ററിൽ കളിച്ചെടുക്കാനായിരുന്നു പ്രയാസം. OTTയിൽ നന്നായിട്ട് ആട്ടം കണ്ടു എന്നും സംവിധായകൻ പറയുന്നു. മമ്മൂട്ടി സാറിൻ്റെ മുമ്പിൽ നിൽക്കാൻ എന്നെപ്പോലുള്ള ഒരാളിന് ശക്തി ഇല്ല എന്നാണ് ഋഷഭ് ഷെട്ടി പറയുന്നത്. അത് അയാളുടെ വിനയം. എനിക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി സാറിനെ പോലൊരു വലിയ ആളുടെ മുന്നിൽ മത്സരിക്കാൻ നിൽക്കാനുള്ള കരുത്തൊന്നും എനിക്കില്ല എന്ന് അദ്ദേഹം തുറന്ന് പറയുന്നു. മമ്മൂട്ടി സാറിൻ്റെ സിനിമ മത്സരത്തിലുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. സമൂഹ മാധ്യമത്തിൽ അത്തരം വാർത്തകൾ കണ്ടിരുന്നു. ജൂറിയുടെ മുന്നിൽ ഏതൊക്കെ സിനിമകൾ വന്നുവെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നും ഋഷഭ് ഷെട്ടി പറയുന്നു. പലരും എനിക്കാണ് അവാർഡ് എന്ന് പറഞ്ഞപ്പോഴും ജൂറി ചെയർമാൻ പ്രഖ്യാപിക്കുന്നത് വരെ ഞാൻ ഇക്കാര്യം വിശ്വസിച്ചിരുന്നില്ല എന്നും ഋഷഭ് ഷെട്ടി പറയുന്നു. അങ്ങനെ വിശ്വസിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ആരെല്ലാം എനിക്കാണ് അവാർഡെന്ന് പറഞ്ഞിരുന്നത് നമ്മളെ മണി പോലും ബോധം കെട്ട് വീണില്ലേ. അതുകൊണ്ട് ജൂറി പ്രഖ്യാപിക്കുന്നത് വരെ ആര് പറഞ്ഞാലും വിശ്വസിക്കാതിരിക്കുന്നത് തന്നെയാണ് ഋഷഭ് ഷെട്ടി ചെയ്തത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയും. മമ്മൂട്ടി സാറിൻ്റെ സിനിമകൾ മത്സരത്തിന് ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല എന്ന് ഋഷഭ് ഷെട്ടി പറയുമ്പോൾ അതിനെ നമ്മൾ തള്ളിക്കളയണ്ട. പക്ഷേ ഒരു പ്രാദേശിക ജൂറി തള്ളിയത് ഏതൊക്കെ സിനിമകളാണ് അതറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നു. മമ്മൂട്ടി ഇല്ലെങ്കിൽ ഋഷഭിൻ്റെ വഴി സുഗമമാവും എന്ന് പറയുന്നവരുമുണ്ട്. അതുകൊണ്ടൊന്നുമല്ല, ഇത് കേരളത്തിൽ നിന്ന് ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ 3 സിനിമകളും മത്സരിക്കാതെ പോവുകയും അത് ചിലപ്പോൾ ഋഷഭിന് ഗുണം ചെയ്തിരിക്കാം. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം ശ്രീപദ് യാൻ എന്ന് പറഞ്ഞ ബാലനടൻ, മലയാളിയായ കൊച്ചുമിടുക്കൻ, നാഷണൽ അവാർഡിൽ കുട്ടികളുടെ അവാർഡിൽ വേറൊരാളുമായിട്ട് പങ്കിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയിലാണല്ലോ ഈ പറയുന്ന ശ്രീപദ് അഭിനയിച്ചത്. അതിൽ പ്രധാന കുട്ടിയായിട്ട് അഭിനയിച്ച ദേവനന്ദ എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു മാളികപ്പുറമായിട്ട് അഭിനയിച്ചത്. കഴിഞ്ഞ വർഷം ദേവനന്ദയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിക്കാതെ പോയപ്പോൾ ഇവിടെ ഒരു പക്ഷം മനഃപൂർവ്വം ദേവനന്ദയുടെ പ്രകടനത്തെ ഒതുക്കിയെന്ന് ഇവിടുത്തെ ചില ചാനലുകൾ, ചില പർട്ടിക്കുലർ ചാനലുകൾ പരാതി പറഞ്ഞു. ദേവനന്ദ മാളികപ്പുറമായിട്ട് അഭിനയിച്ചത് ചിലർക്ക് ദഹിച്ചില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തതെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഈ പറയുന്ന ശ്രീപദ് യാൻ, പവി കെയർടേക്കർ എന്ന് പറഞ്ഞ പടം, വരാഹം തുടങ്ങി കുറച്ച് സിനിമകളിൽ ഇതിനകം അഭിനയിച്ചു. എനിക്ക് ആ പടം കണ്ടിട്ടുണ്ടപ്പോൾ, മാളികപ്പുറം കണ്ടിട്ടുണ്ടപ്പോൾ എനിക്ക് മിടുക്കനാണെന്ന് തോന്നിയ പയ്യനാണ്. എന്ത് ക്യാമറയുടെ മുന്നിലാണ് അവൻ നിൽക്കുന്നതെന്ന് പോലും തോന്നില്ല അവരുടെ പ്രകടനം കണ്ടാൽ. ശ്രീപദിൻ്റെ അച്ഛൻ ഒരു ലൈബ്രറിയനാണ്. അതിനാൽ തന്നെ അദ്ദേഹം നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കും. ചൈനീസ് സാഹിത്യകാരൻ മോ യാനിൻ്റെ എന്താ പറയുക നല്ല ആരാധകനാണ് ഈ പറയുന്ന ശ്രീപദിൻ്റെ അച്ഛൻ. അതുകൊണ്ടാണ് മോ യാനിൻ്റെ ഓർമ്മയ്ക്കായി മകന് ശ്രീപദ് യാൻ എന്ന് പേരിട്ടത്. ഉള്ളൊഴുക്ക് സിനിമ കണ്ടിരിക്കുമ്പോൾ
ഈ വർഷം ഈ ചിത്രത്തിലെ ലീലാമ്മയും അഞ്ജുവും, അതായത് ഉർവശിയും പാർവതി തിരുവോത്തും അവാർഡ് പങ്കിടുമെന്ന് എനിക്ക് തോന്നി. ഞാൻ നമ്മുടെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു അവർ തമ്മിലായിരിക്കും മത്സരമെന്ന്. ഇപ്പോഴിതാ 2023 മികച്ച സ്ത്രീ കഥാപാത്രമായി ഉള്ളൊഴുക്കിലെ ലീലാമ്മയായ ഉർവശിയും തടവ് എന്ന് പറഞ്ഞ സിനിമയിലെ നായിക ഗീതയായ ബീന ആർ ചന്ദ്രൻ എന്ന അധ്യാപികയും കൂടിയാണ് അവാർഡ് പങ്കിട്ടത്. ഉള്ളൊഴുക്കിൻ്റെ ചലച്ചിത്ര മത്സരത്തിന് അയക്കുന്ന അപേക്ഷയിൽ, ഈ അപേക്ഷ വളരെ സൂക്ഷിച്ച് ഫില്ലപ്പ് ചെയ്യേണ്ട ഒരു അപേക്ഷയാണ്. ഞാൻ സുഹൃത്തിനൊക്കെ ഞാനാണ് ഫില്ലപ്പ് ചെയ്തത്. നായികയായി ഉർവശിയുടെയും പാർവതി തിരുവോത്തിൻ്റെയും പേരുകൾ വച്ചിരുന്നോ എന്ന് അതിൻ്റെ സംവിധായകനും നിർമ്മാതാവിനും മാത്രമേ അറിയാവൂ. അല്ലെങ്കിൽ നായികയായി ഉർവശിയും ഉപനായികയായി പാർവതിയുടെയും പേര് വെച്ചോ എന്നും അങ്ങനെയാണോ ഫില്ലപ്പ് ചെയ്തതെന്നും നമുക്കറിയില്ല. ഉള്ളൊഴുക്കിൽ ഉർവശിയും പാർവതിയും പുരസ്കാരത്തിന് 100% അർഹതയുള്ള അഭിനയമാണ് കാഴ്ചവെച്ചത് എന്നതിൽ ആ പടം കണ്ട ആർക്കും തർക്കം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബീന ടീച്ചറുടെ തടവിലെ പ്രകടനം കാണാനായിട്ടില്ല എന്നതിനാൽ ഞാൻ തർക്കത്തിനുമില്ല. ഞാൻ അവരുടെ പ്രകടനം കണ്ടിട്ടില്ല. പക്ഷേ പാർവതി തിരുവോത്തിനെ തഴഞ്ഞതിൽ എനിക്ക് മാനസികമായി വലിയ ദുഃഖമുണ്ട്. ശരിക്കും ഞാൻ പറയും, ഉർവശിക്കും പാർവതിക്കുമായിട്ട് അത് പങ്കിടണമായിരുന്നു അവാർഡ്. ഇല്ല എങ്കിൽ ഉർവശിക്കും പാർവതിക്കും കൊടുക്കാതെ ഈ പറയുന്ന ബീന ടീച്ചർക്ക് കൊടുക്കണമായിരുന്നു. ഉർവശിയോളം മത്സരിച്ചാണ്, അതിനേക്കാൾ പാർവതിയേക്കാൾ മനോഹരമായ പ്രകടനം ബീന ടീച്ചർ നടത്തിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ പറഞ്ഞ പാർവതിയും ഉർവശിയും ഒരുപാട് സിനിമകളിൽ അവരുടെ കഴിവ് തെളിയിച്ചവരാണ്. പക്ഷേ പാർവതി തിരുവോത്തിനെ ഒരു തഴഞ്ഞു എന്ന് തന്നെ പറയാം. 2024 സിനിമ മത്സരത്തിൽ ഫെബ്രുവരി 15 റിലീസായ ഭ്രമയുഗവും മാർച്ച് 28 ഇറങ്ങിയ ആടുജീവിതവും തമ്മിലാവും പ്രധാന മത്സരം. കുറഞ്ഞത് മികച്ച നടനു വേണ്ടി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. 2023 ഡിസംബർ 31 ഈ പറയുന്ന ആടുജീവിതം സെൻസർ ചെയ്തിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അതിന് 2023 മത്സരിക്കാൻ പറ്റിയത്. റിലീസ് ചെയ്തത് 2024 മാർച്ച് 28 പോലും അത് ഡിസംബർ 31 സെൻസർ ചെയ്തിരുന്നു. അതുകൊണ്ട് ആടുജീവിതവുമായി 2024 പ്രമേയത്തിന് മത്സരിക്കേണ്ട എന്ന നിലയിലായി പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെ മികച്ച നടനുമായി. ഞാൻ മമ്മൂട്ടിയും പൃഥ്വിരാജുമായിട്ട് മത്സരമാകുമെന്ന് ഞാൻ വിചാരിച്ചു. ആടുജീവിതവും പ്രമേയവും തമ്മിലായിരിക്കും മത്സരമെന്ന് വിചാരിച്ചു. പക്ഷേ അത് 2022 ഡിസംബർ 31 സെൻസർ ചെയ്തുകൊണ്ട് അത് മത്സരിക്കേണ്ടി വന്നില്ല. അത് നന്നായി എന്ന് ഞാൻ പറയും. 2023 ഡിസംബർ 31 കാതൽ ദ കോർ എന്ന മമ്മൂട്ടിയുടെ അദ്ദേഹം നിർമ്മിച്ച് ജിയോ ബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടിയെ പോലൊരു നടൻ അഭിനയിക്കുന്ന ആ ക്യാരക്ടർ നിങ്ങൾ ആലോചിച്ച് നോക്കി. അദ്ദേഹം നിർമ്മിച്ചിട്ട് പോലും ഇങ്ങനൊരു വേഷം ചെയ്യാൻ മമ്മൂട്ടി അല്ലാതെ മലയാളത്തിലൊരു നടൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. KCBC അടക്കം, ക്രൈസ്തവ സംഘടന ഉണ്ടല്ലോ, KCBC അടക്കം ഈ ചിത്രത്തിനെതിരെ നീങ്ങി എന്ന് കാണുമ്പോൾ ഈ ചിത്രം പറഞ്ഞ വിഷയത്തിൻ്റെ ചൂട് നമുക്ക് മനസ്സിലാക്കാം. മനോഹരമായ പ്രകടനമായിരുന്നു. ബഹുസ്വരമായ ഒരു സമൂഹത്തിലേക്ക് ഉൾച്ചേരുന്ന മനുഷ്യബന്ധങ്ങളുടെ വ്യത്യസ്തമായ കഥ പറഞ്ഞ രചന ചാതുരി എന്നാണ് അവാർഡ് പ്രഖ്യാപന വേദിയിൽ കാതൽ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ ഈ പറയുന്ന കാതലിനെ കുറിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രകടിപ്പിച്ചത്. മനോഹരമായി മമ്മൂട്ടി ചെയ്ത വേഷമായിരുന്നു. എനിക്ക് എണീറ്റ് നിന്ന് കൈയടിക്കണമെന്ന് തോന്നി ആ മനുഷ്യനോട്. തിരുച്ചിത്രമ്പലം എന്ന സിനിമയിലൂടെ നമ്മുടെ നിത്യാമേനോൻ, ഇവിടെ എറണാകുളത്തൊരു പൊട്ടൻ സംബന്ധം ആലോചിച്ച് കിടക്കുന്ന നിത്യാമേനോൻ ഇനി ദേശീയ അവാർഡ് കൂടെ കിട്ടിയോണ്ട് പറയുമെന്നോ, എന്നാൽ ഞാൻ ഇനി കല്യാണം കഴിക്കാമെന്ന് പൊട്ടൻ പറയുമെന്ന് എനിക്കറിയില്ല. നിത്യാമേനോൻ ഇന്ത്യയിലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതും മലയാളിയായ നമുക്ക് തീർച്ചയായിട്ടും തമിഴ് സിനിമയിലൂടെ ആണെങ്കിൽ പോലും നമുക്ക് അഭിമാനിക്കാം. കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്ന ഗുജറാത്തി സിനിമയിൽ അഭിനയിച്ച മാനസി പരേഖുമായിട്ടാണ് നിത്യാമേനോൻ അവാർഡ് പങ്കിട്ടത്. ആട്ടം തിരക്കഥ എഴുതിയ ആനന്ദ് ഏകർഷി അതിൻ്റെ സംവിധായകൻ മികച്ച തിരക്കഥാകൃത്തായി, മഹേഷ് ഭുവനേന്ദ് എഡിറ്ററായും തിരഞ്ഞെടുത്തു. ആട്ടത്തിലൂടെ തള്ളിക്കളഞ്ഞ പടമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജോഷി ബെനഡിക്റ്റിൻ്റെ കോക്കനട്ട് ട്രീ എന്ന് പറയുന്ന ഫീച്ചർ വിഭാഗത്തിലെ ആനിമേഷൻ ചിത്രത്തിനും ഒരു മലയാളിക്ക് അവാർഡ് കിട്ടിയെന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ തന്നെ കാണാം. 2018 നല്ല സിനിമയല്ലേ. 2018 എന്ന സിനിമ കേരളത്തിലെ മഹാപ്രളയത്തെ ആസ്പദമാക്കി ചെയ്ത മനോഹരമായ സിനിമയാണ്, തർക്കമൊന്നുമില്ല. നല്ല കളക്ഷനും ഉണ്ടാക്കിയല്ലോ. വേണുകുന്നപ്പള്ളിക്ക് നല്ല കാശുണ്ടാക്കി കൊടുത്ത പടം. ഈ സിനിമ ഒരു അവാർഡിനും സംസ്ഥാന മത്സരത്തിലുണ്ടായില്ല. നല്ല സാമ്പത്തിക വിജയം നേടിയ സിനിമയായിരുന്നു 2018. ഇടതുപക്ഷക്കാരൻ അല്ലാത്തതിനാൽ
അവാർഡ് കിട്ടിയില്ല എന്നാണ് സംവിധായകൻ ജൂഡ് ആൻ്റണി അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം പറഞ്ഞത്. വേണു കുന്നപ്പള്ളിയും പരാതിയുമായി വന്നു. ഓസ്കാർ നോമിനിയായിട്ടും 2018 തഴഞ്ഞു എന്നാണ് പ്രധാന പരാതി. ഓസ്കാർ അവാർഡിനായി മത്സരിക്കാൻ ഇവിടുന്ന് എത്രയോ സിനിമകൾ പോയിട്ടുണ്ട്. അവയിലൊരു സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയവയും നേടാത്തവയും പോയിട്ടുണ്ട്. രാജീവ് അഞ്ചലിൻ്റെ ഗുരു എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ് അതിൽ ഏറ്റവും നല്ല ഉദാഹരണം. കാണുന്ന ജൂറിക്ക് ഇഷ്ടപ്പെടുന്ന ആ സിനിമകൾക്കല്ലേ അവാർഡ് ലഭിക്കൂ. ഇവിടെ അല്ലാതെ ഒരു നിയമമൊന്നുമില്ലല്ലോ, ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ കൊടുക്കണം, ഇങ്ങനെ എടുത്താൽ കൊടുക്കരുത് എന്നില്ലല്ലോ. ജൂറിമാർ ചെന്നിരിക്കുമ്പോൾ ജൂറിയായിട്ട് ചെന്നിരിക്കുന്ന ആളുകളുടെ താല്പര്യം പോലെ ഇരിക്കും അവാർഡ്. അതാർക്കും അറിയില്ലാത്തത്. നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഇടതുപക്ഷത്തിനെയൊക്കെ പഴിചാരുന്നതിലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, പറഞ്ഞോളൂ. പക്ഷേ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാതെ, കഴിഞ്ഞ തവണയൊക്കെ കണ്ടില്ലേ, രഞ്ജിത്തിനെയൊക്കെ ആവശ്യമില്ലാതെ വിവാദങ്ങൾ വലിച്ചഴച്ച് ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കി. ഇത്തവണ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ കാണുന്ന ജൂറിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾക്കേ അവാർഡ് ലഭിക്കൂ. പകരം ഞാനെടുത്ത നല്ല സിനിമ ഒരുപാട് പേർ കണ്ട സിനിമ, അതിനാൽ അവാർഡുകൾ നൽകണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയില്ല. 2018 കാണുന്നതിനപ്പുറം ആടുജീവിതമോ കാതലോ അല്ലെങ്കിൽ ആട്ടമോ വന്നു എന്ന് ജൂറിക്ക് തോന്നിയാൽ മത്സരിക്കാൻ പോയവർക്ക് മാർക്കിടാമെന്ന സ്ഥിതി ന്യായീകരിക്കാനാവില്ലല്ലോ. അവർക്ക് ചിലപ്പോൾ 2018 ഇഷ്ടപ്പെട്ട് കാണില്ല. അതാണ് പ്രശ്നം. അവാർഡ് നൽകി തുടങ്ങിയിട്ട് ഇപ്പോൾ 54 വർഷമായി. പതിവ് പോലെ വിവാദമില്ലെങ്കിൽ എന്ത് അവാർഡ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മികച്ച നടിയായി ഉർവശിക്കൊപ്പം തിരഞ്ഞെടുത്ത ബീന ആർ ചന്ദ്രൻ അവാർഡ് നിർണയ പ്രഖ്യാപനം മന്ത്രി നടത്തുമ്പോൾ പുരുതൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ CEUP സ്കൂളിൽ അവർ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അരച്ചു നോക്കൂ, ഒരു സംസ്ഥാന അവാർഡ് നിർണയ പ്രഖ്യാപനം ഇന്ന് 11 മണിക്ക് നടക്കുമെന്നൊന്നും അവർ ചിന്തിച്ചില്ല. കാരണം അവരൊരു അവാർഡൊന്നും പ്രതീക്ഷിച്ചില്ല. അതാണ് പ്രശ്നം. അവരിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സഹപ്രവർത്തകരിൽ ആരോ ചെന്ന് പറഞ്ഞപ്പോഴാണ് ബീന ടീച്ചർ അറിയുന്നത് സംസ്ഥാനത്തെ മികച്ച നടിയായി, അതും അഭിനയ പ്രതിഭയായ ഉർവശിയോടൊപ്പം താങ്കളും അവാർഡ് പങ്കിട്ടു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായ ഒരു സന്തോഷം ആലോചിച്ച് നോക്കി. 30 വർഷമായി അമച്ചർ നാടകരംഗത്ത് അഭിനേത്രിയാണ് ബീന ആർ ചന്ദ്രൻ. മികച്ച നവാഗത സംവിധായകനായി ഇത്തവണ ജൂറി തിരഞ്ഞെടുത്തത് ഫാസിൽ റസാഖ്. അദ്ദേഹമാണ് ഈ തടവെന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. മികച്ച നവാഗത സംവിധായകനും ഫാസിൽ റസാഖാണ്. അപ്പോൾ തടവ് എന്ന് പറഞ്ഞ സിനിമയിലെ മികച്ച പ്രകടനത്തിനാണ് ബീന ടീച്ചറെ മികച്ച നടിയായി ഉർവശിയോടൊപ്പം അവാർഡ് പങ്കിട്ടത്. ഉർവശിയോടൊപ്പം അവാർഡ് പങ്കിടുമ്പോൾ ബീന ആർ ചന്ദ്രൻ എന്ന അഭിനേത്രിയുടെ പകിട്ട് കൂടി എന്ന് ഞാൻ പറയും. വേണ്ടപ്പെട്ടവർക്ക് അവാർഡ് പങ്കുവയ്ക്കും എന്ന നുണയല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പഴിയില്ലാതെ ബീന ടീച്ചറെങ്കിലും വ്യത്യസ്തമായി നിൽക്കുന്നുവെന്ന് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവരെങ്കിലും ചിന്തിക്കണം. കാരണം അതിപ്പോൾ ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവർക്കിഷ്ടമുള്ളവർക്ക്, വലതുപക്ഷം ഭരിക്കുമ്പോൾ അവർക്കിഷ്ടമുള്ളവർക്ക്, ഡൽഹിയിൽ BJPക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ കൊടുക്കും എന്ന് പറയുന്ന ഒരു സ്ഥിതി ബീന ടീച്ചറുടെ അവാർഡിലെങ്കിലും ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം അവർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരാരെയും ഒരു ശുപാർശയ്ക്കൊന്നും പോയില്ല എന്നുള്ളതാണ്. ഇത്തവണത്തെ അവാർഡ് നിർണയത്തിൽ രസകരമായ ചില കാഴ്ചകൾ കാണാനായി. മികച്ച ഗായകനായി തിരഞ്ഞെടുത്തത് നമ്മുടെ സംഗീത സംവിധായകനായ വിദ്യാരൻ മാഷിനെയാണ്. മാഷ് സംഗീതം നൽകിയ നിരവധി നല്ല പാട്ടുകൾ നല്ല സിനിമകളിൽ വന്നിട്ടും ഇന്നേ വരെ വിദ്യാരൻ മാഷിന് ഒരു പുരസ്കാരവും ഔദ്യോഗിക ലെവലിൽ കിട്ടിയിട്ടില്ല. എന്നാൽ 2023 മാഷ് പാടിയ ഒരു പാട്ട് വിദ്യാരൻ മാഷിനെ സംസ്ഥാനത്തെ മികച്ച ഗായകനാക്കി. ജനനം 1947, പ്രണയം തുടരുന്നു എന്ന് പറഞ്ഞ സിനിമയിലാണ് മാഷ് പാടിയത്. ഈ സിനിമയിലെ പതിരാണെന്നോർത്തൊരു കനവിൽ എന്ന് പറയുന്ന പാട്ടാണ് മാഷ് പാടിയത്. അതിൻ്റെ ആലാപനത്തിനാണ് മാഷിന് മികച്ച ഗായകൻ്റെ അവാർഡ് കിട്ടിയത്. ഒരു 5000-ലധികം പാട്ടുകൾ വിദ്യാരൻ മാഷ് ആൽബത്തിനായും സിനിമകൾക്കായും നാടകങ്ങൾക്കായും കാസറ്റുകൾക്കായും ഒക്കെ സംഗീതം നൽകിയിട്ടുണ്ട്. 79 വയസ്സായി. 79ാം വയസ്സിലാണ് ഗായകൻ എന്ന നിലയിൽ ആദരിക്കുമ്പോൾ അദ്ദേഹം ഓർക്കുമായിരിക്കും ഓടയിൽ നിന്ന് എന്ന് പറഞ്ഞ സിനിമയിലെ മെഹബൂബിനൊപ്പം പാടിയ ഓ റിഷാവാല എന്നുള്ള പാട്ടാണ്. എനിക്ക് പാടിത്തരാൻ അറിയില്ല. ഓ റിഷാവാല എന്ന് പറഞ്ഞൊരു നല്ല പാട്ടുണ്ട്. കൊല്ലം വണ്ടിക്ക് കുഞ്ഞാണ്ടിക്ക് ഒരു കോള് കിട്ടി എന്നൊക്കെ ഉള്ളൊരു പാട്ട്. ആ പാട്ടിൽ മെഹബൂബിൻ്റെ കൂടെ ചേർന്ന് പാടിയാണ് വിദ്യാരൻ മാഷ് സിനിമയിൽ തുടക്കമിട്ടത്. 20 വയസ്സുള്ളപ്പോൾ ആറാട്ടുപുഴയിൽ നിന്ന് കോടമ്പക്കത്തേക്ക് ഒളിച്ചോടിയ ആളായിരുന്നു മാഷ്. നേരെ ചെന്ന് പെട്ടത് പുലിയുടെ മടയിലായിരുന്നു എന്ന് പറയും പോലെ ദേവരാജ മാഷിൻ്റെ മുന്നിലാണ് ചെന്ന് പെട്ടത്. അതുകൊണ്ട് തന്നെ തുടക്കം നന്നായി. ഷീമൂല നഗരം വിജയൻ
എൻ്റെ ഗ്രാമം എന്ന സിനിമയ്ക്ക് എഴുതിയ കൽപ്പാന്ത കാലത്തോളം കാതരെ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി വന്നു എന്നുള്ള പാട്ട് സംഗീതം നൽകിയത് വിദ്യാരംഭ മാഷാണെന്ന് സംഗീത എന്താ പറയുക ആസ്വാദകർക്ക് അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ നമ്മുടെ സംവിധായകൻ, കലാസംവിധായകനും സംവിധായകനും ഒക്കെ ആയ അമ്പിളി സംവിധാനം ചെയ്ത വീണ പൂവ് എന്ന് പറഞ്ഞ സിനിമയിലെ നഷ്ടസ്വർഗങ്ങളെ നിങ്ങൾ എനിക്കൊരു സ്വപ്ന സിംഹാസനം നൽകി എന്നുള്ള ഗാനം മാഷാണ് സംഗീതം കൊടുത്തത്. അതുപോലെ അച്ചുവേട്ടൻ്റെ വീട്ടിലെ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എന്ന് പറഞ്ഞ മനോഹരമായ ഒരു പാട്ട്. ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് അതിനേക്കാളും ഇഷ്ടം പാദമുദ്രയിലെ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ എന്നുള്ള ഒരു ഭജനപ്പാട്ട് മോഹൻലാൽ മനോഹരമായി പാടി അഭിനയിച്ച, യേശുദാസ് പാടിയ, ഹരി കൊടപ്പനക്കുന്ന് എഴുതിയ ആർ സുകുമാരൻ്റെ പടത്തിലെ പാട്ട്. ഇതൊക്കെ സംഗീതം കൊടുത്തത് വിദ്യാരംഭ മാഷായിരുന്നു. 100-ലധികം പാട്ടുകൾ പാടിയിട്ടുണ്ട് വിദ്യാരംഭ മാഷ്. അതിൽ ടി വി ചന്ദ്രൻ്റെ കഥാവിശേഷൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഇന്ദ്രൻസ് ഹാർമോണിയം വെച്ച് പാടുന്നൊരു പാട്ടുണ്ട്. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തത് ആരാണ് എന്ന് ചോദിക്കുന്ന ആ പാട്ട് പാടി അത് സൂപ്പർ ഹിറ്റായി. ജയചന്ദ്രൻ്റെ സംഗീതമായിരുന്നു. അതും വിദ്യാരംഭ മാഷ് പാടിയ പാട്ടായിരുന്നു. പറയാൻ വന്ന രസം അതല്ല, മാഷ് 3 വർഷം മുമ്പാണ് ഈ പറയുന്ന ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയ പാട്ട് പാടി മാഷ് അതങ്ങ് മറന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഷൂട്ട് ചെയ്തോ മുടങ്ങിയോ റിലീസ് ചെയ്തോ ഒന്നും മാഷിനറിയില്ല. മാഷിന് എവിടെ നിൽക്കുമ്പോൾ ആരൊക്കെ തുരുതുരാ വിളിക്കുന്നു മാഷിനെ. വിളിച്ചിട്ട് പറഞ്ഞു, മാഷിനാണ് ഈ വർഷത്തെ പിന്നണി ഗായകൻ്റെ അവാർഡ് എന്ന് പറഞ്ഞു. മാഷ് ആകെ വെപ്രാളത്തിലായി. പിന്നണി ഗായകൻ്റെ അവാർഡ്? ഏത് പാട്ട്, ഏത് സിനിമ, ആര്, സംഗീതം എന്നൊക്കെ ആയി മാഷ്. ഒന്നും മാഷിന് അറിയില്ല എന്നുള്ളതാണ്. കാരണം മാഷ് പാടി അവിടെ അവസാനിപ്പിച്ചു. അല്ലാതെ ഇതിനെ അവാർഡിനെ അയച്ചിട്ട് നമുക്കെന്തെങ്കിലും ഒപ്പിക്കാമെന്ന് നോക്കുന്ന ആളല്ലല്ലോ മാഷ്. എന്തായാലും പകച്ചു നിൽക്കുന്ന വിദ്യാരംഭ മാഷിന് എന്താ പറയുക, ഈ പണ്ടുള്ളവർ പറയുന്ന ഒരു പഴമൊഴിയുണ്ടല്ലോ, 6-ലില്ലാത്തതാണോ 60-ലെന്ന്. അതുപോലെ അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ സുഹൃത്തുക്കൾ ആരോ പാട്ടിൻ്റെ വരികൾ പാടിക്കൊടുത്തു. അപ്പോഴാണ് മാഷിന് മനസ്സിലായി, ഞാൻ പാടിയതാണെന്ന് ശുദ്ധനായ വിദ്യാരംഭ മാഷ് എന്ന് പറയുന്നത് കേട്ടു. മദ്രാസിലേക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് മികച്ച നടിക്കുള്ള അവാർഡ് 6ാമത്തെ തവണയും തന്നെ തേടി വന്നു എന്നുള്ള വിവരം ഉർവശി അറിയുന്നത്. 6 തവണയായി. അപ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒപ്പം എത്തി. ഒരു 3 പേരും ഇപ്പോൾ 6 തവണ അവാർഡ് വാങ്ങിച്ചവരായി. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എയർപോർട്ടിൽ വന്ന് അവിടെ അവാർഡ് സ്ക്രീനിങ് നടക്കുന്നതും അറിഞ്ഞു കാണില്ല, അവാർഡ് നിർണ്ണയിച്ചതും അറിഞ്ഞു കാണില്ല, അവാർഡ് പ്രഖ്യാപിക്കുന്നതും അറിഞ്ഞു കാണില്ല. എയർപോർട്ടിൽ വന്നപ്പോഴാണ് പത്രക്കാർ ചാടി വീഴുന്നത്, നിങ്ങളാണ് മികച്ച നടി എന്ന് പറഞ്ഞിട്ട്. 1989 മഴവിൽ കാമഡി, ഐ വി ശശിയുടെ വർത്തമാനകാലം, മഴവിൽ കാമഡി സത്യനന്ദിക്കാടിൻ്റെ, ഐ വി ശശിയുടെ വർത്തമാനകാലം, ഈ സിനിമകളിലൂടെയാണ് ഉർവശി ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ്, മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയത്. പിറ്റേ വർഷം 1990 തലയണ മന്ത്രം എന്ന് പറഞ്ഞ ശ്രീനിവാസൻ്റെ മനോഹരമായ സിനിമ, സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത തലയണ മന്ത്രത്തിലൂടെ വീണ്ടും മികച്ച നടിയായി. 1991 തുടർച്ചയായി 3ാമത്തെ വർഷം ഭരതം, മുഖചിത്രം, കാക്കത്തൊള്ളായിരം എന്നീ സിനിമകൾക്ക് അവാർഡ് വാങ്ങി. 1995 കഴകം എന്ന് പറഞ്ഞ സുകുമാരനായരുടെ സിനിമയിലൂടെ അവാർഡ് വാങ്ങി. 2006 മധുചന്ദ്രലേഖ എന്ന് പറഞ്ഞ സിനിമയിലൂടെ വീണ്ടും അവാർഡ്. അങ്ങനെ 5 തവണ നേടിയതാണ്. ഇപ്പോൾ 6ാമത്തെ തവണ നേടി. മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരോടൊപ്പം ഉർവശിയും 6 തവണ സംസ്ഥാന അവാർഡ് നേടിയ ജേതാവായി മാറി. ഇവിടെ അവാർഡ് ഒപ്പിക്കാൻ എനിക്ക് വ്യക്തമായി അറിയാവുന്നൊരു കഥയാണ് ഞാൻ പറയുന്നത്. മദ്രാസിൽ നിന്ന് ഒരുത്തൻ പറന്നു വന്ന് തിരുവനന്തപുരത്ത് ഒരു മുന്തിയ ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് പെട്ടിയും കിടക്കയൊക്കെ വെച്ച് കാത്തിരുന്നു. എന്നിട്ട് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ വേണ്ടപ്പെട്ടവരെയൊക്കെ തിരുവനന്തപുരത്തുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി മധുരം കൊടുക്കാനും മദ്യപിക്കാനുള്ള എല്ലാം സെറ്റപ്പ് റെഡിയാക്കി വെച്ചു. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഈ നായകൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അയാളുടെ കുറേ സിനിമകളുടെ ക്യാമറാമാൻ ആയിരുന്ന ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഒരു ക്യാമറാമാൻ ആ ജൂറിയിലുണ്ട്. ഞാൻ മുമ്പ് ഇത് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ആ ജൂറി മെമ്പറോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും നമ്മളെ ഇത്തവണത്തെ അവാർഡ്, മികച്ച നടൻ്റെ അവാർഡ് എനിക്ക് തന്നെ ഒപ്പിച്ചു തരണം. അയാൾ നോക്കാം എന്ന് പറഞ്ഞു. സാധു മനുഷ്യനായിരുന്നു, മാന്യനായ മനുഷ്യനായിരുന്നു. ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അവാർഡ് നിർണ്ണയിക്കുന്ന അവസാനത്തെ മീറ്റിംഗ് നടക്കുമ്പോൾ ഈ പൊതുവെ ഈ പാൻ പരാഗ് വാക്യത്ത് ഇടുന്ന ആളാണ് ഈ ക്യാമറമാൻ. അദ്ദേഹം വായ നിറച്ച് മുറുക്കാനിട്ടുകൊണ്ട് തന്നെ മനസ്സോടെ പറഞ്ഞു, ഇത്തവണത്തെ അവാർഡ് ഇന്ന നടന് കിട്ടിയാൽ കൊള്ളാമെന്ന് അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു. അയാൾ പ്രതീക്ഷിക്കുന്നു ആ അവാർഡ്. അപ്പോൾ കേട്ടോണ്ടിരുന്ന ഒരാൾ ചോദിച്ചു, താങ്കളെ വിളിച്ച അയാൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു ജൂറിയിലൊന്ന് സംസാരിക്കണമെന്ന്. അപ്പോൾ ആണ് അയാൾ പറയുന്നത്, എന്നോടും പറഞ്ഞു ജൂറിയിലൊന്ന് സംസാരിക്കണമെന്ന്. അപ്പോൾ അടുത്തിരിക്കണല്ലോ എന്നോടും പറഞ്ഞു.
എന്നോടും പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞിരിക്കുക അവാർഡ് കൊടുക്കണം. പെട്ടെന്ന് ദേഷ്യം വന്ന ജൂറി ചെയർമാൻ പറഞ്ഞു, ഇയാളെ നമുക്ക് കരിമ്പട്ടിയിൽപ്പെടുത്തണം, കാരണം ഇനി ഒരിക്കലും ഇയാൾക്ക് അവാർഡിന് മത്സരിക്കാനുള്ള യോഗ്യത കൊടുക്കാൻ പാടില്ല എന്ന് ജൂറി ചെയർമാൻ പറഞ്ഞു. അത്രയ്ക്ക് അദ്ദേഹം ദേഷ്യം വന്നു. കാരണം ജൂറിയിലുള്ള എല്ലാവരോടും പറഞ്ഞിരിക്കുക എനിക്ക് വേണ്ടി സംസാരിക്കണേ. തഴഞ്ഞു, അയാളെ തഴഞ്ഞു. കിട്ടാൻ യോഗ്യത ഉണ്ടെങ്കിൽ പോലും കൊടുത്തില്ല, തഴഞ്ഞു. അവാർഡ് എനിക്കല്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഹോട്ടൽ മുറി കിടന്ന് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി വെച്ച് ഈ ക്യാമറമാനെ വിളിച്ച് ലെഫ്റ്റ് റൈറ്റ് അടിക്കുന്ന പോലെ ചീത്ത വിളിച്ചു. എന്നിട്ട് പെട്ടിയും കിടക്കിയൊക്കെ എടുത്തോണ്ട് എന്താ പറയുക മദ്രാസിലേക്ക് പോയി. അവിടെയാണ് എനിക്കാണ് അവാർഡെന്നറിയാതെ എയർപോർട്ടിലേക്ക് പോകുന്ന ഉർവശിയുടെയും ഞാൻ പാടിയ പാട്ടിനാണ് ഈ വർഷത്തെ യേശുദാസും ജയചന്ദ്രനും ഒക്കെ വാങ്ങിക്കുന്ന അവാർഡ് എനിക്കാണ് എന്ന് വിദ്യാരമാഷ് അറിയുന്നതും ഒക്കെ ആരോ പറഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം തോന്നും. അതുപോലെ തന്നെ 50 വർഷമായി വിജയരാഘവൻ അഭിനയ രംഗത്ത് വന്നിട്ട് ഔദ്യോഗികമായ ഒരു അവാർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഒരു പരിഭവവും ഇല്ല പുള്ളിക്ക്. അദ്ദേഹം ഭാര്യ അനിതയോടൊപ്പം UK മകൻ്റെ കൂടെ ചിലവിടുന്ന സമയമാണിപ്പോൾ. UK അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അഭിനയത്തിൻ്റെ 50 വർഷം തികഞ്ഞ ഈ നാളുകളിൽ മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം എനിക്കാണ് എന്ന് അദ്ദേഹം അറിയുന്നത്. പൂക്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചതിനാണ് വിജയരാഘവൻ അവാർഡ്. ഇവരാരും ഒരു ജൂറിയെയും ക്യാൻവാസ് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളതാണ്. മികച്ച ഗായികയായി തിരഞ്ഞെടുത്തത് ആമി എന്ന് പറയുന്ന പാച്ചവും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ സിനിമയിൽ പാടിയ പുതുമുഖ ഗായികയ്ക്കാണ് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ്. ചാവേറിലെ സംഗീത സംവിധായകൻ ജസ്റ്റിസ് വർഗീസ്, അതുപോലെ തന്നെ അതിൻ്റെ ഗാനരചന നടത്തിയ ഹരീഷ് മോഹനൻ, ഇവർക്കൊക്കെ ആദ്യമായിട്ട് കിട്ടുകയാണ്. അതുപോലെ പ്രത്യേക ജൂറി പുരസ്കാരം അഭിനയത്തിന് സുധി കോഴിക്കോട് എന്ന് പറഞ്ഞ നവാഗതന്, പശ്ചാത്തല സംഗീതത്തിന് പുരസ്കാരം നേടിയ മാത്യൂസ് പുളിക്കൽ, ഇവരൊക്കെ ഇതുവരെ എന്താ പറയുക ഒരു അവാർഡ് നേടിയവരല്ല, നവാഗതരാണ്. നവാഗത സംവിധായകന് നൽകിയിരുന്ന അവാർഡ് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല, എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇന്ദിരാഗാന്ധിയുടെ പേരിലായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരുന്നത്. അതുപോലെ സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രത്തിനുള്ള അവാർഡ് കൊടുക്കുന്നത് നർഗീസ് ദത്തിൻ്റെ പേരിലായിരുന്നു. സിനിമാ നടിയായിരുന്ന സുനിൽ ദത്തിൻ്റെ ഭാര്യ നർഗീസ് ദത്തിൻ്റെ പേരിലായിരുന്നു അവാർഡ് കൊടുത്തിരുന്നത്. ഇത്തവണ മുതൽ ഈ 2 അവാർഡുകളിലെയും ഈ പേരുകൾ എടുത്തു കളഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ പേരും നർഗീസ് ദത്തിൻ്റെ പേരും എടുത്തു കളഞ്ഞു. ഒരു കണക്കിന് നന്നായി എന്ന് ഞാൻ പറയും. പക്ഷേ നാളെ ഈ അവാർഡുകൾ തന്നെ വാജ്പേയി അവാർഡും സുഷമ സ്വരാജ് അവാർഡുമായി മാറരുത്, പന്തിപക്ഷം കാണിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. 160 സിനിമകളാണ് ഈ വർഷം സംസ്ഥാന അവാർഡിനായി മത്സരിച്ചത്. ഇതിൽ നിന്ന് 2 ജൂറികൾ 35 സിനിമകൾ മത്സരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. ബാക്കി തഴഞ്ഞു. 120 നിന്നും 160 നിന്നും 35 എടുത്തുള്ളൂ. ആലോചിച്ച് നോക്കൂ. ബാക്കി 125 സിനിമ ഈ പ്രാദേശിക ജൂറി തഴഞ്ഞു. അതുപോലെ പ്രാദേശിക ജൂറി തഴഞ്ഞ ഈ 125 സിനിമകളിൽ നിന്ന് കണ്ണൂർ സ്ക്വാഡ്, മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് വരെ തഴഞ്ഞു കളഞ്ഞു സംസ്ഥാന അവാർഡിൽ നിന്ന്. ഗഗനചാരി, പെമ്പിളയൊരുമ എന്ന് പറഞ്ഞ 3 സിനിമകളെ റീകോൾ ചെയ്തു. അങ്ങനെ 38 സിനിമകളാണ് സംസ്ഥാന അവാർഡ് മത്സരത്തിൽ ഇത്തവണ ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മത്സരിച്ച 38 സിനിമകളിൽ പകുതിയിൽ കൂടുതൽ നവാഗത പുതിയ സംവിധായകർ സംവിധാനം ചെയ്ത സിനിമകളായിരുന്നു. 9 അവാർഡുകളാണ് ബ്ലസ്സിയുടെ ആടുജീവിതം വാരിക്കൂട്ടിയത്. സിനിമയെ സീരിയസ് ആയി കണ്ട് ചിത്രീകരിക്കുമ്പോൾ അതിലെ ഓരോ വിഭാഗവും ശ്രദ്ധിക്കപ്പെടും. അത് സ്വാഭാവികമാണ്. വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ വാനപ്രസം പോലൊരു സിനിമ, അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായം പോലൊരു സിനിമ എടുക്കുമ്പോൾ അതിലെ എല്ലാ വിഭാഗങ്ങളെയും ശ്രദ്ധേയമായ ആൾക്കാരെ വയ്ക്കുകയുള്ളൂ, ഉത്തരവാദിത്തത്തോടുള്ള ആൾക്കാരെ വയ്ക്കുകയുള്ളൂ. ഇപ്പോൾ ആടുജീവിതത്തിലും അങ്ങനെയുള്ള എല്ലാവരും നമ്പർ 1 ആൾക്കാരാണല്ലോ വെച്ചത്. അങ്ങനെ ആകുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മികച്ച സംവിധായകൻ, മികച്ച നടൻ, പിന്നെ അതിൽ എന്താ പറയുക പൃഥ്വിരാജ് കഴിഞ്ഞാൽ അടുത്ത വേഷം ചെയ്ത കൂട്ടുകാരനായിട്ട് അഭിനയിച്ച ഗോകുലിന് പ്രത്യേക പരാമർശം, ഛായാഗ്രാഹകൻ KS സുനിലിന് മികച്ച ഛായാഗ്രഹൻ്റെ അവാർഡ്, റസൂൽ പൂക്കുട്ടിയും ശരത് മേനോനും കൂടിയാണ് ശബ്ദ മിശ്രണം നടത്തിയത്. പ്രോസസ്സിങ്ങും കളറിസ്റ്റുമായിരുന്ന വൈശാഖ് ശിവഗണേഷിന് കിട്ടിയ അവാർഡ്, മേക്കപ്പ് ആൻഡ് രഞ്ജിത്ത് അമ്പാടിക്ക് അവാർഡ് കിട്ടി, തിരക്കഥ അഡാപ്റ്റേഷനുള്ളത് ബ്ലസ്സിക്ക് കിട്ടി. ഇത്രയൊക്കെ ഓക്കെയാണ്. ആടുജീവിതത്തിന് കിട്ടുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയും മനോഹരമായ സിനിമയാണ്. പക്ഷേ 9ാമത് കിട്ടിയ ഒരു അവാർഡുണ്ട്. 9 അവാർഡാണല്ലോ ഈ പടത്തിന് കിട്ടിയത്. അത് ഇത്തിരി കടന്ന കൈയായിപ്പോയി എന്ന് ജൂറിയോട് അല്ലെങ്കിൽ സർക്കാരിനോട് പറയാതിരിക്കാൻ വയ്യ. അതിന് കിട്ടിയത് ജനപ്രീതി നേടിയ കലാമേന്മയുള്ള ചിത്രത്തിനുള്ള അവാർഡ് ആടുജീവിതത്തിനാണ് കിട്ടിയത്. 2023 ഡിസംബർ 31 സെൻസർ ചെയ്ത സിനിമ 2024 മാർച്ച് 28 റിലീസാവുന്നത്.
അങ്ങനെയുള്ളൊരു സിനിമ ജനപ്രീതി നേടിയ അവാർഡ് എങ്ങനെ നേടുമെന്നുള്ളതാണ് പലരുടെയും സംശയം. ഒരുപാട് വിവാദം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത്. അപ്പോൾ കൃത്യമായും അതിനെ ഈ ജൂറിയുടെ അപാകത അല്ലെങ്കിൽ ഈ ജൂറിയുടെ എന്താ പറയുക കാഴ്ചപ്പാടിലുണ്ടായ കുഴപ്പമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. നേരെ മറിച്ച് 2018 എന്ന് പറഞ്ഞ മനോഹരമായ സിനിമ ഉൾപ്പെടെ ഈ പറയുന്ന ജനപ്രീതിയും കലാമേന്മയും നേടിയ ചിത്രത്തിനുള്ള അവാർഡ് നിശ്ചയിക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ എല്ലാം വാരി കൊടുക്കുന്നതിനിടയിൽ ബ്ലെസ്സിക്ക് തന്നെ ആടുജീവിതത്തിന് തന്നെ ജനപ്രീതിയും കലാമേന്മയും ഉള്ള ചിത്രത്തിന് ഡിസംബർ 31 റിലീസ് ചെയ്ത സിനിമയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ്. ടെക്നിക്കലി ആ വിമർശനം ശരിയാണെന്ന് ബ്ലെസ്സി തന്നെ പറയുന്നു. ബ്ലെസ്സി പറയാണ് ടെക്നിക്കലായിട്ട് നോക്കിയാൽ ശരിയാണ്. 2023 ഡിസംബർ 31 റിലീസ് ചെയ്ത സിനിമയ്ക്ക് എങ്ങനെ ജനപ്രതികൾ അവാർഡ് കിട്ടും എന്ന് ചോദിക്കുന്നതിൽ ശരിയാണെന്ന് അദ്ദേഹം പറയുന്നു. പിൻവലിച്ചാലും പ്രശ്നമില്ല എന്നും ബ്ലെസ്സി പറയുന്നു. എനിക്ക് ആ അവാർഡ് തരുന്നില്ല എന്ന് തീരുമാനിച്ചാലും ഞാൻ പറയുന്നത് ജൂറി അല്ലെങ്കിൽ സർക്കാർ സജി ചെറിയാൻ ചെയ്യേണ്ടത് ജനപ്രീതിക്കും കലാമേന്മയ്ക്കുമുള്ള പുരസ്കാരം ആടുജീവിതത്തിന് കൊടുക്കാതെ അതിനെ പിൻവലിച്ചിട്ട് 2018 കൊടുത്താൽ ഈ അവാർഡിന് ഇപ്പോഴത്തെ ഈ വർഷത്തെ അവാർഡ് നിർണ്ണയത്തിന് മഹത്വം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ആടുജീവിതത്തിലെ പാട്ട് മലയാളി പാടി നടന്നിട്ടും AR റഹ്മാനെ തഴഞ്ഞതിലുള്ള പരിഭവവും ബ്ലെസ്സി പറയുന്നു. എല്ലാ അവാർഡുകളും കൂടി ഒരു ചിത്രത്തിന് മാത്രമായി കൊടുക്കാൻ ഒക്കുമോ എന്നും ബ്ലെസ്സി ആലോചിക്കുന്നില്ല. ബ്ലെസ്സി വിചാരിക്കുന്നത് ഇത്തവണത്തെ സംസ്ഥാന അവാർഡല്ല എൻ്റെ ഒരു സിനിമയ്ക്ക് മാത്രമേ കിട്ടാവൂ, AR റഹ്മാൻ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആളുകൾ മലയാളികൾ മുഴുവൻ പാടി നടക്കുന്നുണ്ട്. ആ പടം റിലീസ് ചെയ്ത സമയത്ത് പാടി നടന്നിരുന്നു, സത്യമാണ്. പക്ഷേ ഇപ്പോഴാരെങ്കിലും പാടി നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ബ്ലെസ്സി പോലും പാടുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോൾ തന്നെ 9 എണ്ണം വാരി തന്നതിനാലാണ് 2024 റിലീസായ സിനിമയ്ക്ക് 2023 ജനപ്രിയ അവാർഡ് തന്ന് പുലിവാല് പിടിച്ചത് ജൂറി എന്നെങ്കിലും ബ്ലെസ്സി ആലോചിക്കണമായിരുന്നു. അതിനൊരു ബ്ലെസ്സി പരിഭവം പറയുകയാണ്. പിന്നെ അവാർഡിലെ പങ്കുവയ്ക്കൽ, അതിപ്പോൾ അവനെന്ന് പറഞ്ഞ് പങ്കുവയ്ക്കുന്നത് തന്നെയാണ് സംസ്ഥാന അവാർഡെന്ന് ഞാൻ പറയും. അതിപ്പോൾ റഫീഖ് അഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ആടുജീവിതത്തിൽ പാട്ടെഴുതിയ അദ്ദേഹത്തിന് കിട്ടാത്തതുകൊണ്ടുള്ള വിഷമം കൊണ്ടായിരിക്കും. ഞാൻ അവാർഡ് ജൂറി മെമ്പറായിരുന്നുകൊണ്ട് എനിക്കറിയാം അവിടെ എന്താണ് നടക്കുന്നതെന്ന്. തീർച്ചയായിട്ടും പരിഭവങ്ങളും പരാതികളും വരാതെ എല്ലാം കൂടെ വാരി ഒരു പടത്തിന് കൊടുക്കാതെ ചിലപ്പോൾ വീതം വയ്ക്കും. ഇത് മനുഷ്യരല്ലേ എന്നേ ജൂറി മെമ്പർമാരാവുന്നേ. അവർക്ക് എന്താ പറയുക, ഒരു ഗൈഡ് ലൈൻ ഇല്ലാത്തടത്തോളം കാലം കോസ്റ്റ്യൂമിന് ഇതിന് കൊടുക്കണ്ട, അതിന് കൊടുക്കാം, അതിന് വേറെ അവാർഡൊന്നും കിട്ടിയില്ലല്ലോ, അതിന് മേക്കപ്പിന് കൊടുക്കാം എന്ന് പറയും. അതുപോലെ റഹ്മാൻ, നമ്മൾ ഇനി കേരളത്തിലെ അവാർഡൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല, ഓസ്കാർ വരെ എത്തിയ ആളാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് മനോഹരമായി മലയാളി പാടി നടക്കുന്ന പാട്ടിൻ്റെ സംഗീതത്തിന് കൊടുത്തില്ല എന്നുള്ള പരാതിയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ റിലീസ് ചെയ്തിട്ടില്ലാത്ത സിനിമയ്ക്ക് ജനപ്രിയ അവാർഡ് കൊടുത്തതും ഞെളിഞ്ഞു നിന്ന് വാങ്ങിയവരും ഉണ്ട് എന്നുള്ളത് ബ്ലെസ്സിക്ക് ഒരു ആശ്വാസം ആകാം. ഉണ്ട്. ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഗാനം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യാത്ത സിനിമയ്ക്ക് ജനപ്രിയ അവാർഡ് കൊടുത്ത നാടാണ്. അവാർഡ് ജേതാവ് കയറി വാങ്ങുകയും ചെയ്തു. അതുപോലെ 18-19 വയസ്സുള്ള സുധ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ഇന്നസെൻ്റ് ഡേവിഡ് കാച്ചിപ്പള്ളിയും കൂടെ നിർമ്മിച്ച് മോഹൻ സംവിധാനം ചെയ്ത് നെടുപിടി വേണു നായകനായ ഇളക്കങ്ങൾ എന്ന് പറഞ്ഞ മനോഹരമായ സിനിമയാണ്. ആ സിനിമയിലെ നായിക സുധ 18-19 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ആ വർഷത്തെ അവാർഡ് കൊടുക്കുമ്പോൾ ഇളക്കങ്ങൾക്ക് അല്ലെങ്കിൽ മോഹൻ്റെ സിനിമയ്ക്ക് ഒരു അവാർഡ് കൊടുക്കാൻ വേറെ ഒന്നുമില്ലല്ലോ എന്ന് തോന്നിയപ്പോൾ ജൂറി എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാലനടിക്കുള്ള അവാർഡ് ഈ സുധയ്ക്ക് കൊടുത്തു, നായികയ്ക്ക്. ഈ കൊച്ച് എന്താ പറയുക, മുട്ടിന് മേളിൽ നിൽക്കുന്ന ഒരു സ്കർട്ടൊക്കെ ഇട്ട് വന്ന് അവാർഡ് വാങ്ങിക്കാൻ സ്റ്റേജിൽ കയറിയപ്പോൾ കോവി വെളുപ്പിച്ചു. പക്ഷേ ആ കൊച്ചിന് മനസ്സിലായില്ല, മലയാളി അല്ലാത്തതുകൊണ്ട് അതിനർത്ഥം മനസ്സിലായില്ല. അങ്ങനെ ബാലനടിക്കുള്ള അവാർഡ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇളക്കങ്ങളിലെ നായികയ്ക്ക് ബാലനടിക്കുള്ള അവാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കടൽപ്പാലം, അടിമകൾ, കാട്ടുകുരങ്ങ്, മൂലധനം, കള്ളിച്ചെല്ലമ്മ, നദി തുടങ്ങിയ മനോഹരമായ സിനിമകൾ, എക്കാലത്തെയും മനോഹരമായ സിനിമകൾ മത്സരിച്ച ആദ്യ സംസ്ഥാന അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് മെരിലാൻഡിലെ P. സുബ്രഹ്മണ്യത്തിൻ്റെ കുമാരസംഭവമായിരുന്നു. അതാ തിരഞ്ഞെടുത്തവരാരൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. C. പരമേശ്വരൻ പിള്ളയായിരുന്നു ജൂറി ചെയർമാൻ. കൈനിക്കര പത്മനാഭപിള്ള, കേശവദേവ്, പ്രശസ്ത സാഹിത്യകാരൻ കേശവദേവ്, ചിറക്കൽ ബാലകൃഷ്ണൻ നായർ, പത്രപ്രവർത്തന രംഗത്തെ പുലിയായ K. ബാലകൃഷ്ണൻ, കാമ്പശ്ശേരി കരുണാകരൻ, K. കൃഷ്ണൻ, മിസ്സസ് KM മാത്യു ഒക്കെ ഉണ്ടായിരുന്ന ആദ്യത്തെ പ്രഥമ ജൂറിയാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കടൽപ്പാലം പോലുള്ള മനോഹരമായ സിനിമകളെ തഴിഞ്ഞിട്ട് കുമാരസംഭവത്തിനെ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത്. അപ്പോൾ ആദ്യത്തെ ജൂറി തന്നെ പൊട്ടത്തരം കാണിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ ഉണ്ണിമേനൻ പാടിയ പാട്ടിന് യേശുദാസിന് സംസ്ഥാന അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഒരു എതിർപ്പും പറയാതെ, ഞാൻ പാടിയതാണെന്ന് പോലും ചിലപ്പോൾ ദാസേട്ടന് അറിയില്ലായിരിക്കാം. അദ്ദേഹം അത് മാറ്റിക്കൊണ്ട് പോയ നാടാണ്. അതുപോലെ മോഹൻ സിതാരയെ കൊണ്ട് ഒരു സംവിധായകൻ, അദ്ദേഹത്തിന് ആ വർഷം പടമൊന്നുമില്ല, അദ്ദേഹം വേറൊരു ബുജി സംവിധായകൻ്റെ ഒരു
ബുൾഗാന് വേണ്ടി സംഗീതം ഞാൻ കൊടുക്കാമെന്നുണ്ട് മോഹൻ സിത്താരെ വിളിച്ചോണ്ട് വന്ന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് മോഹൻ സിത്താര ചെയ്തു കൊടുത്തു മനോഹരമായിട്ട്. റീ റെക്കോർഡിങ്ങിലെ ഭയങ്കര വിദഗ്ധനാണല്ലോ മോഹൻ സിത്താര. ആ വർഷത്തെ ഏറ്റവും നല്ല സംഗീത സംവിധായകൻ്റെ അവാർഡ് ഈ സംവിധായകൻ വാങ്ങിച്ചു. ഒരു ഉളുപ്പില്ലാതെ അദ്ദേഹം കയറി വാങ്ങിച്ചു. ഇപ്പോൾ അടിച്ചിരിക്കും, അടിച്ചോണ്ട് ചെന്ന് അവാർഡ് വാങ്ങിച്ചോണ്ട് പോയി. അതിവിടെ നടന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പുസ്തകം ഇപ്പോൾ 2025 ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്ന, ഞാൻ എഴുതിയ ഒരു പുസ്തകം വരുന്നുണ്ട്, പബ്ലിക് റിലീസ് ചെയ്യുന്നുണ്ട് പുസ്തകശാലകൾ വഴി. പക്ഷേ പ്രിൻറ്റിങ് തീർന്നിട്ടില്ല, അല്ലെങ്കിൽ ബൈൻഡിങ് തീർന്നിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഒരു വിശ്വപ്രശസ്തനായ ഒരു സംവിധായകൻ, ലോകപ്രശസ്തനായ ഒരു സംവിധായകൻ, അദ്ദേഹത്തിന് ആ വർഷം സിനിമയില്ല. അപ്പോൾ അദ്ദേഹം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എർത്തുകൾ പറഞ്ഞാണ്, സാറേ ഒരു കാര്യം ചെയ്യണം സാറേ, അതിൽ നിന്നൊരു 5 ബുക്ക് തുന്നിക്കെട്ടി ഇങ്ങ് തന്നാൽ മതി പറഞ്ഞു. ഇദ്ദേഹം 5 ബുക്ക് പ്രസ്സിൽ നിന്ന് പെട്ടെന്ന് തുന്നിക്കെട്ടി ബൈൻഡ് ചെയ്ത് കട്ട് ചെയ്ത് അവാർഡിന് അയച്ചു കൊടുത്തു. ആ വർഷത്തെ ഏറ്റവും മികച്ച പുസ്തകത്തിനുള്ള അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ പുസ്തകം പബ്ലിക്കേഷനിൽ അല്ലെങ്കിൽ പുസ്തകശാലകളിൽ വരുന്നത് പിറ്റേ വർഷമാണ്. പക്ഷേ ഈ വർഷം എനിക്ക് കിട്ടണം, എന്തെങ്കിലും കിട്ടണം, സംസ്ഥാന അവാർഡ് എനിക്ക് എന്തെങ്കിലും കിട്ടണം. എന്നാൽ സാറ് സംവിധാനം ചെയ്തില്ലല്ലോ, എന്നാൽ പുസ്തകത്തിന് തരാമെന്ന് പറഞ്ഞ് കൊടുത്ത നാടാണ്. അതുപോലെ തന്നെ മനോഹരമായ സിനിമയായിട്ടും ആളുകൾ കാണാതെ പോയ ഒരു പടമാണ് ഫാസിലിൻ്റെ എന്നെന്നും കണ്ണേട്ടൻ. അതുപോലെ മനോഹരമായ MTയുടെ സ്ക്രിപ്റ്റിൽ അജയൻ മനോഹരമായി ചെയ്ത സിനിമയാണ് പെരുന്തച്ചൻ. പക്ഷേ ഇത് രണ്ടും കളക്ഷനിൽ പരാജയപ്പെട്ടു പോയ സിനിമകളാണ്. ഭാവചിത്രയുടെ നട്ടലൊടിച്ച സിനിമയാണല്ലോ പെരുന്തച്ചൻ. ഈ 2 സിനിമകൾക്കും അതാത് കാലത്തെ ജൂറികൾ ജനപ്രിയ ചിത്രത്തിലുള്ള അവാർഡ് കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്നെന്നും കണ്ണേട്ടൻ ജനപ്രിയ നേടിയ അവാർഡ് വാങ്ങിച്ചു, അതുപോലെ പെരുന്തച്ചനും വാങ്ങിച്ചു. ഒന്നുമില്ലേലും ആടുജീവിതം കലാമേന്മയിലും പ്രദർശന വിജയത്തിലും മുന്നിൽ നിന്ന പടമായിരുന്നു എന്നതിനാൽ ജൂറിയെ മന്നിച്ചിടുങ്കോ എന്നാണ് ഈ വിവാദത്തിൽ എനിക്ക് പറയാനുള്ളത്. പകരം 2018 എന്ന് പറഞ്ഞ ആ സിനിമയ്ക്ക് ഈ പുരസ്കാരം നൽകിയിരുന്നെങ്കിൽ ബലേഫേഷ് എന്ന് പറയാനും എനിക്ക് യാതൊരു മടിയുമില്ല. അത് ഈ ജൂറിക്ക് പറ്റിയ ഒരു കൈകുറ്റപ്പാട് എന്ന് തന്നെ പറയാം. AR റഹ്മാൻ ഇവിടെ തഴഞ്ഞതിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കുക ബ്ലസ്സിക്ക്. എന്നാൽ AR റഹ്മാൻ സംഗീത സംവിധായകനുള്ള പുരസ്കാരം ദേശീയ തലത്തിൽ തന്നെ പൊന്നിയൻ സെൽവൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ നേടി. ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയ പ്രീതവുമായി റഹ്മാൻ അവാർഡ് പങ്കിട്ടാണ് നാഷണൽ അവാർഡ് വാങ്ങിയിരിക്കുന്നത്. റഹ്മാന് തീർച്ചയായിട്ടും ആടുജീവിതത്തിന് വാങ്ങാം. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഇത്തവണ അവാർഡ് വാങ്ങിയ സിനിമയിലെ പാട്ടുകൾ ആരും കേട്ടിട്ടില്ല, അതിലെ വരികൾ നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ നല്ല സിനിമയ്ക്കല്ല എങ്കിൽ അവാർഡ് കൊടുക്കാൻ സാധ്യത കുറവാണ്. നല്ല പാട്ട് തന്നെ ആയിരിക്കാം അവാർഡ് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്ലസ്സി പറയുന്ന പരാതിക്ക് പ്രസക്തിയില്ല എന്ന് ഞാൻ പറയുന്നു. നമുക്കെല്ലാ വർഷവും ഇതുപോലെ സിനിമ അവാർഡ് നടക്കുമ്പോൾ ഒരു എപ്പിസോഡ് ചെയ്യാം. കാരണം ഉറപ്പായിട്ട് ഇതുപോലുള്ള വങ്കത്തരങ്ങൾ ചെയ്തിരിക്കും, അല്ലെങ്കിൽ വങ്കത്തരങ്ങൾ പറഞ്ഞിരിക്കും. എങ്കിലും എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തത് നൻപകൽ നേരം മയക്കവും റാഷോക്കും പ്രൊഡ്യൂസ് ചെയ്ത മമ്മൂട്ടി, ഒരു പുതിയ പെൺകുട്ടി റദീന സംവിധാനം ചെയ്ത ഉണ്ട എന്ന് പറഞ്ഞ സിനിമ അടക്കം 3 സിനിമകളും നാഷണൽ അവാർഡിന് എന്തുകൊണ്ട് അയച്ചില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. മമ്മൂട്ടി അത് വെളിവാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പറയണം എന്തുകൊണ്ട് എൻ്റെ 3 സിനിമകൾ പോയില്ല, അല്ലെങ്കിൽ ഞാൻ ഏർപ്പാട് ചെയ്ത ഏത് വിവരദോഷിയാണ് കൃത്യസമയത്ത് ഇത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാത്തതെന്ന് അദ്ദേഹം പറയണ്ടേ. അതിന് പകരം ഋഷഭ് ഷെട്ടിയോടൊപ്പം ഇഞ്ചോടിഞ്ച് മമ്മൂട്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ കള്ള വാർത്ത കൊടുക്കുന്നത്. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നത് നിങ്ങൾ ഓരോരുത്തരും ഓർത്തോളൂ, നമ്മുടെ ന്യൂസ് ചാനലുകൾ പറയുന്ന മുഴുവൻ പൊട്ടക്കള്ളമാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഇത്. മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും കൂടി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി അവാർഡ് വാങ്ങിക്കുമോ ഋഷഭ് വാങ്ങുമോ എന്നുള്ള പ്രശ്നമാണ്, മമ്മൂട്ടി മുസൽമാനായിട്ട് തടയുമോ എന്നുള്ള പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കള്ള വാർത്തകൾ ഉണ്ടാക്കി വിട്ടിട്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമയും മത്സരത്തിന് വേണ്ടി അപേക്ഷ പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് തിരുത്തി പറയാനുള്ള മാന്യത ഇവിടുത്തെ ചാനലുകാർ കാണിക്കണം, ഇവിടുത്തെ യൂട്യൂബർമാർ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കുറ്റമറ്റത് എന്ന് തന്നെ പറയാവുന്ന നാഷണൽ അവാർഡായാലും ശരി, സംസ്ഥാന അവാർഡായാലും ശരി, 2022 നാഷണൽ അവാർഡും 2023 സംസ്ഥാന അവാർഡും ഏറെക്കുറെ കുറ്റമറ്റതായ, അല്ല 100% കുറ്റമറ്റതാവണമെങ്കിൽ ജനിച്ചു വീഴുന്ന കൊച്ചു കുട്ടികളോ മരിച്ചുപോയ ശവമായി പോയ മനുഷ്യരോ പോയിരുന്ന് ജൂറി ആയാൽ മാത്രമേ കുറ്റമറ്റ 100% പ്യൂരിഫൈ ചെയ്ത അവാർഡുകൾ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരെങ്കിലും ഓർക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അവാർഡ് നേടിയ ഉർവശി അടക്കമുള്ള മുഴുവൻ, നമ്മുടെ പൃഥ്വിരാജ് അടക്കം, എനിക്ക് ആ ആടുജീവിതം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഈ ചെറുപ്പക്കാരൻ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കുന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. എങ്ങനെ ഈ ചെറുപ്പക്കാരനോട് ഇങ്ങനെ പട്ടിണി കിടന്ന് എല്ലും തോലും ആകണമെന്ന് ബ്ലസ്സി പറഞ്ഞു. ബ്ലസ്സി എത്ര ക്രൂരനെന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. അത്രയും എന്നെ വേദനിപ്പിച്ച കഥാപാത്രമായിരുന്നു ആടുജീവിതം. അപ്പോൾ പൃഥ്വിരാജിനും ഉർവശിക്കും എല്ലാം അവാർഡ് കിട്ടിയ എല്ലാ പേർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വർഷം അടുത്ത പൂരത്തിന് കാണാമെന്ന് പറയുന്നത് പോലെ
അല്ലെങ്കിൽ അടുത്ത മാമാങ്കത്തിന് കാണാമെന്ന് പറയുന്നത് പോലെ നമുക്ക് അടുത്ത അവാർഡ് വിഭാഗത്തിന് വേണ്ടി കാത്തിരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.